ഹലോ ഗൈസ്, നമ്മളിപ്പോൾ യു കെയിൽ താമസിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സ്പെൻസ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം, അത്ര റിലയബിൾ അല്ല. എപ്പോൾ വേണമെങ്കിലും ഇൻഡസ്ട്രിയൽ ആക്ഷൻ, അതുപോലെ തന്നെ വെതറിനെ ഫേസ് ചെയ്യുമ്പോൾ ബാഡ് വെതർ വരുമ്പോഴത്തേക്കും സർവീസ് ക്യാൻസലേഷൻസ്, അതുകൂടാതെ തന്നെ എല്ലാ ഏരിയസിലേക്കും ഒന്നും സർവീസ് ഇല്ലാത്തത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് ആണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്യൂട്ടി ടൈമിങ്ങുമായിട്ട് ചേർന്നുള്ള സർവീസസ് ഉണ്ടാവില്ല. പിന്നെ കുറേ ടൈം വെയിറ്റ് ചെയ്യും. അപ്പോൾ 12 hours ഷിഫ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെയും ഒരു 1 hour 1.5 hour ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു കാര്യം കൂടാണ്. പിന്നെ വന്ന് വീട്ടിലെ കാര്യങ്ങൾ കൂടെ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ അത് വർക്ക് ലൈഫ് ബാലൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു കാറ് ഉണ്ടെങ്കിൽ, അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ കാറ് നമ്മൾ മെയിൻ്റനൻസ് വരുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു കോസ്റ്റായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ കാറ് സർവീസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്തായാലും മിനിമം നമുക്ക് ഓരോ ഇയറിലും നമുക്ക് മോട്ട് രജിസ്ട്രേഷൻ, അതായത് MOT നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് റിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ഇയറിലും നമുക്കൊരു ആവറേജ് £40 നമുക്ക് അതിന് വേണ്ടി, ഇപ്പോൾ വേറെ ഒരു വർക്കില്ല, വണ്ടിയുടെ കണ്ടീഷൻ നല്ലതാണെങ്കിൽ നമുക്കൊരു £40 എന്തായാലും പെർ ഇയർ നമുക്ക് നമ്മുടെ വണ്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ എന്തായാലും വണ്ടിയുടെ മെയിൻ്റെനൻസിന് എന്തായാലും നമുക്കൊരു ആവറേജ് കോസ്റ്റ് വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ വെതറിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു 1 in 2 years നമുക്ക് എന്തായാലും ബാറ്ററി റീപ്ലേസ്മെൻറ്റും വരാനുള്ള ചാൻസ് കുറവാണ്. 2 years വരെ ബാറ്ററി നിന്ന് കിട്ടിയാൽ വളരെ വലിയ കാര്യം എന്ന് പറയാം. അപ്പോൾ അതിന് പറ്റിയൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഹാൽഫോർഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഹാൽഫോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഈ ഹാൽഫോർഡ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും വെഹിക്കിൾ പാർട്സ്, അതുപോലെ തന്നെ സൈക്കിൾസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്, ഈ ഷോപ്പിൽ വരുന്നത്. അപ്പോൾ ഈ ഹാൽഫോർഡ്സിൽ നമുക്ക് ഒരു മെമ്പർഷിപ്പ് ഉണ്ട്, പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് വരുന്നത് പെർ മന്ത് നമുക്ക് £4.99 ആണ് പെർ മന്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആവറേജിൽ നമുക്കൊരു ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു £60 ആണ് നമുക്ക് ഒരു ഇയറിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്സിൽ ഓൾമോസ്റ്റ് 5 to 20% ഓഫ് വരുന്നുണ്ട്, അതേത് പാർട്സ് ആണെങ്കിലും. അതുപോലെ തന്നെ മിക്ക പാർട്സിൽ നമ്മൾ കൂടുതലായിട്ട് റീപ്ലേസ് ചെയ്യുന്ന നമ്മുടെ ബാറ്ററി ആണെങ്കിലും, അല്ലെങ്കിൽ വൈപ്പേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ മിറേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ബൾബ് ആണെങ്കിലും, ഇതിനൊക്കെ ഫിറ്റിംഗ് ചാർജ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് 1 ഇയറിൽ മോട്ട് ഫ്രീ ആണ്. അപ്പോൾ ഇവർ മോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ MOT ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവർ വണ്ടിയുടെ ടെസ്റ്റിംഗ് എല്ലാം ചെയ്തിട്ട് അതിലെന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പയർസ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഫോം ചെയ്തിട്ട് അതിന് ശേഷം അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ MOT അവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ MOT ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ആദ്യം അവർ MOTക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ MOT ഫെയിലായി, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു £40 പോകും. അപ്പോൾ രണ്ടാമത് നമ്മൾ റിപ്പയറും ചെയ്യണം, പിന്നെ MOTയും ചെയ്യണം. അപ്പോൾ അത്രയും ഒരു ലോസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ തന്നെ നമുക്ക് ഈ £40 നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്കൊരു സേവിങ്സ് ആയിട്ട് കൂട്ടാം. നമ്മൾ £60 ആണ് നമ്മൾ ചിലവാക്കുന്നത്, അപ്പോൾ അതിൽ £40 നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നെ വന്നു, നമുക്ക് MOT വന്നു. അത് കൂടാതെ തന്നെ MOT ചെയ്യുന്ന സിസ്റ്റം ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ അതിലും നമുക്കൊരു സേവിങ്സ് ആയിട്ട് കണക്കാക്കാം. അതുകൂടാതെ നമ്മളിപ്പോൾ ബാറ്ററിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ബാറ്ററിക്ക് നല്ലൊരു പ്രൈസ് ഡിഫറൻസ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വെഹിക്കിളിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തപ്പോൾ ഏകദേശം എനിക്ക് £50 പ്ലസ് ഫിറ്റിംഗ് വന്നായിരുന്നുള്ളൂ. അപ്പോൾ നോർമലി നമ്മളൊരു പുതിയ ബാറ്ററി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം ഒരു 70 to 80 ആവും. പ്ലസ് നമുക്കത് ഫിറ്റിംഗ് ചാർജസ് വരുന്നിട്ട് ഒരു മിനിമം ഒരു £8 to 9 എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആ ഫിറ്റിംഗ് ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ ബാറ്ററിക്ക് എനിക്ക് £50 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ആ ബാറ്ററിക്ക് 4 years റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്. അപ്പോൾ അത് ബാറ്ററി എനിക്ക് ഒരു പ്രാവശ്യം അത് റീപ്ലേസ് ചെയ്ത് തന്നു, ഈവൺ ആഫ്റ്റർ 1 year ആയിരുന്നു. എന്നിട്ട് പോലും വാറൻറ്റി പീരീഡ് ആയിരുന്നതുകൊണ്ട് എനിക്ക് അതിന് റീപ്ലേസ്മെൻറ്റും അവർ ചെയ്തു തന്നു. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് 1 yearൽ നമുക്ക് ഫ്രീ ബ്രേക്ക് ചെക്കിങ്, അതുപോലെ തന്നെ ഫ്രീ ടയർ പ്രഷർ ചെക്കിങ്, അതുപോലെ തന്നെ 5 point ചെക്കപ്പ്, അതായത് 5 കാര്യങ്ങൾ, അതായത് മെയിൻ വണ്ടിയുടെ നമ്മൾ 5 point ചെക്കപ്പ് അതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 5 point ചെക്കപ്പിന് ശേഷം അവർ നമ്മളെ അറിയിക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഇത് ശരിക്കും ഡയഗ്നോസ്റ്റിക്സ് ആണ്. നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളോട് പറയും. അത് റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. എന്നാൽ പോലും അതിന്
സാധാരണ ഫിറ്റിംഗ് ചാർജിനോ സർവീസ് ചാർജിനോ കാട്ടും കുറവായിരിക്കും പ്രീമിയം മെമ്പേഴ്സിന്. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് 2 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഓൾറെഡി തന്നെ നല്ലൊരു രീതിയിലുള്ള പേ ബാക്കും അതുപോലെ തന്നെ സേവിങ്സും എനിക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഹാൽഫോർഡ്സിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.